ADGP അജിത് കുമാറിന്റെ കാര്യത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ അൻവറിനെ കുറിച്ച് പറഞ്ഞത് അൻവർ വലതുപക്ഷത്തിന്റെ കോടാലിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ADGP ആരുടെ കോടാലിയാണ് എന്നതുകൂടി പരിശോധിക്കണം. ദാവൂദ് സാർ, ADGPയുടെ കാര്യം ഇന്നിപ്പോൾ മൊഴിയെടുത്തിരിക്കുന്നു. അതൊരു വലിയ മൂവാണ്. 10:30 മാധ്യമങ്ങളോട് CM സംസാരിക്കുന്നു. അടുത്ത മണിക്കൂറിൽ തന്നെ മൊഴിയെടുക്കുന്നു, DGP നേരിട്ട് മൊഴിയെടുക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം ഒരു പക്ക സ്റ്റേജിലേക്ക് കടക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള ഒരു മൊഴിയെടുപ്പായിട്ട് അതിനെ കാണാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ DGP നേരത്തെ തന്നെ ADGPയെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ CPI സെക്രട്ടറി ഉറപ്പ് പറയുന്നുണ്ട് സ്ഥാനത്ത് തുടരില്ല അജിത് കുമാർ എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് ഈ പൂരം കലക്കൽ എന്ന് പറയുന്ന സംഭവം നടന്നിട്ട് എത്രയായി? 6 മാസം. എന്നിട്ട് ഇന്നാണ് മൊഴിയെടുക്കുന്നത്. ഇതെന്താ സംഭവം? ഇത് നോക്കൂ, ഇപ്പം നമുക്ക് ഒരു നമ്മളിപ്പോൾ ജേർണലിസത്തിൽ നിൽക്കുന്ന ആളുകളാണല്ലോ. ഇപ്പം എത്ര അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നമുക്കൊരു നിശ്ചയമില്ലല്ലോ. ഗോവിന്ദൻ മാസ്റ്ററോട് അത് അന്വേഷണം നടക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ഇത് അന്വേഷണം നടക്കുന്നുണ്ട്, മറ്റേത് എന്താണ് വിജിലൻസ് അന്വേഷണം, ഇത് DGPയുടെ അന്വേഷണം നടക്കുന്നു. ഇങ്ങനെ വിലങ്ങും തലങ്ങും അന്വേഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്വേഷണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതെ, ADGP ആണ്. ബഹുതമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരം കലക്കലിനെ കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ ADGP അജിത് കുമാറിനാണ്. അപ്പോൾ അത് DGPക്ക് കൊടുക്കുന്നു. അപ്പോൾ പുള്ളി അതിൽ അന്വേഷണം നടത്തും. എന്നിട്ട് പുള്ളിയുടെ നോട്ട് വെച്ചിട്ട് ആഭ്യന്തര സെക്രട്ടറി കൊടുക്കുന്നു. അപ്പോൾ തുടരന്വേഷണം നടക്കുന്നു. ഇതൊക്കെ എപ്പോൾ കഴിയും പരിപാടി? ഇത് അൻവർ പറഞ്ഞു, ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടികളാണ്. അപ്പോൾ എന്താണ് വടിവത്ത ഭാഷയിൽ M സ്വരാജും ഈ പറയണ A റഹീമും പിന്നെ ഗോവിന്ദൻ മാഷൊക്കെ പറയുക, പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് ഒരു അൻവർ ഒരു പരാതി ഉന്നയിച്ചു, അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അപ്പോൾ അന്വേഷണത്തിൻ്റെ നമ്പേഴ്സൊക്കെ പറയാമല്ലോ, കുറേ അധികം നമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെ മറികടക്കുക, ഒരു രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നത്തെ സാങ്കേതികമായ ഞൊടുന്യായങ്ങൾ വെച്ച് മറികടക്കാനുള്ള എന്താണ് പറയുക വിക്രസ് കളിയാണിത്. ഇത് അൻവറിന് മനസ്സിലായതുകൊണ്ടുകൂടിയാണ് പുള്ളി പൊട്ടിത്തെറിച്ചത് കേട്ടോ. അത് വേറെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ എല്ലാം വിട്ടേക്കും, എല്ലാ സാങ്കേതികളും വിട്ടേക്കും. ഈ 3 മനുഷ്യരുടെ പേരുകൾ ഞാൻ പറയാം. റിദാൻ ബാസിൽ, താമർ ജഫ്രി, മാമി. ഈ 3 മനുഷ്യർ ഇന്ന് ഭൂമത്തില്ല. മാമി ഭൂമത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരമില്ല. ഇത് നമ്മുടെ ഈ കേരളത്തിൽ ജീവിച്ചത്, അടുത്ത കാലം വരെ ജീവിച്ചത് 3 മനുഷ്യ ജീവനുകളാണ്. ഇവരെവിടെ പോയി? ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ആഭ്യന്തരമന്ത്രി ഇതിന് മറുപടി പറയണ്ടേ? നോക്കൂ, ഇവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? അൻവർ പത്രസമ്മേളനമായിട്ട് വന്നപ്പോഴല്ലേ എന്ന് പറഞ്ഞൊന്ന് ആലോചിക്കണം. ഇത് അൻവറിൻ്റെ ഒരു റേഡിയസിലുള്ള സ്ഥലങ്ങളാണ് ഇത് സംഭവിക്കുന്നത്. ഈ മലപ്പുറം, കോഴിക്കോട്. അതിൽ തന്നെ ഈ മാമിയുടെ വീട് മലപ്പുറത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വാഴക്കാട് ഭാര്യ വീടാണ്. ഞാൻ പറയുന്നത് ഈ ADGP അജിത് കുമാർ എന്താണ് അയാളുടെ പോർട്ട്ഫോളിയോ? ലോ ആൻഡ് ഓർഡർ. നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ, ലോ എൻഫോഴ്സ് ചെയ്യാൻ ഉത്തരവാദപ്പെട്ടുള്ള ആളാണ്. അയാളെക്കുറിച്ച് അൻവർ പറയുന്നത് എന്താണ്? അയാൾ കൊല്ലിക്കുന്ന ആളാണെന്നുള്ളത്. അയാൾ ദാവൂദ് ഇബ്രാഹിമിന് പഠിച്ച ആളാണ്, നൊട്ടോറിയസ് ക്രിമിനലാണ്, കൊല്ലിക്കുന്ന ആളാണ്. 3 മനുഷ്യരെക്കുറിച്ച് നമുക്കിപ്പോൾ യാതൊരു വിവരമില്ല. അതിൽ താമർ ജഫ്രിയും റിദാൻ ബാസിലും ഭൂമുഖത്തില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. മാമിയുടെ കാര്യം നമുക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞു അൻവറിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളാണ്. കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള സമാനമായ തിരോധാനങ്ങളുണ്ട്, കൊലപാതകങ്ങളുണ്ട്. അതേക്കുറിച്ച് ഇപ്പോൾ അവിടെയൊന്നും അൻവറിനെ പോലത്തെ രാഷ്ട്രീയക്കാരനില്ലാത്തതുകൊണ്ട് അത് ആരും ഉന്നയിക്കുമായിരിക്കില്ല. ഈ ADGP അജിത് കുമാർ എന്താണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്, അയാൾ അധികാരം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊരു സംഗതി ഉണ്ടല്ലോ. അൻവർ ഇല്ലായിരുന്നുവെങ്കിൽ ഇതേക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. നമുക്ക് മലപ്പുറം ജില്ലയിൽ 12,500 12,400 കേസുകളുണ്ടായിരുന്ന മലപ്പുറത്ത് നിന്ന് കേസുകൾ 43,000 എത്തുമ്പോൾ അതൊരു കണക്കിൻ്റെ വർധനയല്ല. 30,000 മനുഷ്യർ അധികമായി പ്രതികൾ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ കുറ്റവാളികളായി മാറ്റപ്പെടുന്നുണ്ട്. അത് നമ്മൾ കാണണ്ടേ? ഇങ്ങനെ ഒരു സംസ്ഥാനത്തെ തൻ്റെ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ വേദിയാക്കി മാറ്റിയ ഒരാൾ നമ്മുടെ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയിലുള്ള ADGP ആയിരുന്നു എന്നുള്ളത് ഭരണപക്ഷത്തുണ്ടായിരുന്ന
CPM-ൻ്റെ എന്താണ് കടന്നൽ രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞിട്ട് എന്താണ് ആവശ്യമായ തെളിവുകൾ സഹിതം നോക്കൂ, ആ ഫ്ലാറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് ഇതിന് 30 ലക്ഷം രൂപ ബൈ കാഷ് എന്ന് പറയുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അത് 60 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു, അതും ബൈ കാഷ്. അത് ഡോക്യുമെൻ്റായിട്ടാണ് അൻവർ വരുന്നത്. എന്നിട്ട് പോലും അയാളുടെ അധികാരത്തിൽ ഒരു 1/2 ഇഞ്ച് പോലും കുറവ് വരുന്നില്ല ഇത്രയായിട്ടും. ഇപ്പോൾ ഇന്നിപ്പം ബിനോയ് വിശ്വം പറയുന്നുണ്ട് അയാൾ അവിടെ ഉണ്ടാവില്ല എന്ന്. ബിനോയ് വിശ്വത്തിന് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ തൻ്റെ സ്വന്തം സഖാവിനെ പരാജയപ്പെടുത്താൻ കാരണമായൊരു സംഭവത്തിന് നേതൃത്വം കൊടുത്ത ഈ മനുഷ്യൻ അവിടെ നിർത്തരുത് എന്ന് ഉച്ചത്തിൽ പറയാൻ സാധിക്കണം. ഇതൊന്നും ഇങ്ങനെയൊക്കെ ആയിട്ട് നോക്കൂ, ഒരു ഭരണകക്ഷി MLA CPM പാർലമെൻ്ററി പാർട്ടി അംഗമുള്ള ഒരു MLA അങ്ങേർക്കെതിരെ സംസാരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി അജിത് കുമാറിനെതിരെ സംസാരിക്കുന്നു. അയാൾക്കെതിരെ തലങ്ങും വിലങ്ങും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അയാളുടെ കസേരയ്ക്ക് ഒരളക്കവുമില്ല എന്ന് പറഞ്ഞാൽ ഹൗ പവർഫുൾ ഹി ഈസ് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഘടകകക്ഷി, സ്വന്തം കൂട്ടത്തിലുള്ളൊരു MLA, സ്വന്തം പാർട്ടി സഖാക്കൾ, അയാൾക്കെതിരെയുള്ള ആരോപണം എന്താണ്? സഖാക്കളെ കുറ്റവാളിയാക്കുന്നു. സഖാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ രക്ഷയില്ല, ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല. ന്യൂനപക്ഷങ്ങൾ പോട്ടെ, CPM-നെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ അവർ വേറൊരു ലൈനിലാണ് പോകുന്നത്. അവരെന്തോ ചെയ്തോട്ടെ. ഇപ്പം മുഖ്യമന്ത്രി ആണല്ലോ മലപ്പുറത്ത് കള്ളക്കടത്തേറ്റവും കൂടെ നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ, ഈ ADGP എഴുതി കൊടുക്കുന്നതാണ്. എന്തൊരു പരിഹാസ്യമായിട്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. കാലിക്കറ്റ് എയർപോർട്ടിൽ നടക്കുന്നൊരു സംഭവത്തെ, കാലിക്കറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയെ മലപ്പുറം എന്ന് പറഞ്ഞിട്ട് നോക്കൂ. ഒരു CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയന് അങ്ങനെ പറയുന്നതിൽ ഒരു നാണവും തോന്നിയില്ല എന്ന് പറഞ്ഞാൽ ഈ അജിത് കുമാറിൻ്റെ കുറിപ്പടികളെ എന്തുമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നു ADGP അജിത് കുമാർ എന്തൊക്കെയോ നേടിയിരിക്കാം, പക്ഷേ ഈ പാർട്ടിയെയും കൊണ്ട് ADGP അജിത് കുമാർ പോകത്തുള്ളൂ. അത് മനസ്സിലാകാത്ത കേരളത്തിലെ ഒരേ ഒരു വിഭാഗം ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPIM-ൻ്റെ സംസ്ഥാന നേതൃത്വം മാത്രമാണ്. ചിമ്പ്, നമ്മൾ നേരത്തെ ആ തിരക്കഥയുടെ കാര്യം പറഞ്ഞല്ലോ. അതായത് പിണറായി കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ സ്ക്രിപ്റ്റാണ് ഇന്ന് MV ഗോവിന്ദൻ വായിച്ചതെന്ന്. അതുപോലെ തന്നെ ADGP-യുടെ സ്ക്രിപ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പിണറായി എന്ന് കഴിഞ്ഞ ദിവസം PV അൻവർ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ തിരക്കഥ ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ പോലും അതിൻ്റെ കാരണം അത് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ PV അൻവർ അദ്ദേഹത്തിൻ്റെ മകളിലേക്കും മരുമകളിലേക്കും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് സംസാരിച്ചു, പക്ഷെ പ്രതികരിച്ചില്ല. പാർട്ടി പറഞ്ഞോളും, പാർട്ടി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്തു. അപ്പം ഇവിടെ എന്തുകൊണ്ട് ഇത്രയധികം ഭയക്കുന്നു ADGP-യെ, വെറും ADGP-യെ എന്നുള്ളതാണ് ചോദ്യമായിട്ട് വരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സഖാക്കളെ, പ്രത്യേകിച്ച് ഘടകകക്ഷികളായിട്ടുള്ള CPI-യിലെ ആളുകളെ ഇത്രയധികം ബുദ്ധിമുട്ടിലും ഇല്ലെങ്കിൽ പ്രതിസന്ധിയിലും അവിടെ തോൽപ്പിക്കുകയും കൂടി ചെയ്തിട്ട് ഇനിയും എന്തിന് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് സ്ഥാനത്ത് നിർത്തി. ഇല്ല, ADGP അജിത് കുമാറിനെ പിണറായി വിജയനോ P ശശിയോ MV ഗോവിന്ദൻ മാസ്റ്ററോ ആരെങ്കിലുമൊക്കെ പേടിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കാരണം 2017 ADGP അജിത് കുമാർ തൃശ്ശൂർ റേഞ്ച് IG ആയിരുന്നു. തൃശ്ശൂർ റേഞ്ച് IG എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിലുള്ള ക്രമസമാധാന ചുമതലയുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പിന്നീട് വിജിലൻസ് ഡയറക്ടറായി. ഈ വിജിലൻസ് ഡയറക്ടറായിരിക്കെയാണ് സ്വപ്ന സുരേഷ് ഒരു ആരോപണം ഉന്നയിക്കുകയും ആ സ്വപ്ന സുരേഷിനെ അനുനയിപ്പിക്കാൻ എന്ന വിധത്തിൽ ഷാജ് കിരൺ എന്ന പേരുള്ള ഒരാൾ അദ്ദേഹത്തെ കാണാൻ പോവുകയും ഇതേ ഷാജ് കിരണിൻ്റെ ഫോണിൽ നിന്ന് അന്നത്തെ വിജിലൻസ് മേധാവിയുമായും മറ്റൊരു IPS ഉദ്യോഗസ്ഥനായ രാജൻ മധേക്കറുമായും ഫോണിൽ സംസാരിച്ചു എന്ന് തെളിവ് വരുന്നു. ഈ ആരോപണം ഉയർന്ന ഉടനെ തന്നെ സ്വപ്ന സുരേഷിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ, പോലീസ് അല്ല കേട്ടോ, വിജിലൻസ് ഉദ്യോഗസ്ഥർ വന്ന് സരിത്തിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്നു. തൊട്ടുടനെ തന്നെ ഈ വിവാദം എന്തിനാണ് വിജിലൻസ് ഡയറക്ടർ എന്തിനാണ് ഷാജ് കിരണിനെ വിളിച്ചതെന്ന ക്വസ്റ്റ്യൻ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മാറ്റുന്നു. ഇത് കഴിഞ്ഞ് വളരെ പെട്ടെന്നാണ് ഇദ്ദേഹം ADGP-ആയി പ്രൊമോഷൻ ഉണ്ടാവുകയും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു ആക്ഷേപം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് മാറ്റുക എന്നുള്ളത് പിണറായി വിജയനെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. അത് നമ്മൾ ആ വിഷയത്തിൽ കണ്ടതാണ്. അത് 2-3 വർഷം മുമ്പാണ് ഈ പറയുന്ന സംഭവം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, P ശശി എന്നാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നത് 2022 ശേഷമാണ്. അപ്പോൾ അതിനുശേഷം P ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിനു ശേഷം ADGP MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഭയമാണ്. തന്നെ ചോദിച്ച പോലെ ഭയമാണ്. എങ്കിൽ ആരെയാണ് ശരിക്കും ഭയക്കേണ്ടത്? അജിത് കുമാറിനെയാണോ ശശിയെയാണോ? ശശി. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക.
ഇത് വളരെ സങ്കീർണമായൊരു രാഷ്ട്രീയ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ കേരളം ഭരിക്കുന്നത് ആരാണ് എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. ആ ഭരിക്കുന്നയാൾ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ക്രൈം കൂടുതലാണ്, ഈ കേസൊക്കെ മലപ്പുറത്താണ് കേട്ടോ എന്ന് പിണറായി വിജയൻ എഴുതി കൊടുത്ത് വായിക്കുന്നതും അതേ സ്ക്രിപ്റ്റ് തന്നെയല്ലേ മറ്റുള്ളവരും പറയുന്നത്? ഒന്നാലോചിച്ച് നോക്കുക. ഇപ്പോൾ കരിപ്പൂരിൽ ഈ സ്വർണ്ണക്കടത്ത് വളരെ കൂടുതലാണ് എന്ന് സൈബർ ഇടങ്ങളിൽ ധാരാളമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ മലദ്വാർ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് അതിൻ്റെ ഒരു കണക്ക് നോക്കിയാൽ തന്നെ ഇപ്പം കരിപ്പൂരിൽ സ്വർണ്ണക്കടത്തുണ്ട്, ശരിയാണ്, എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ പിടിക്കാറുണ്ട്. ആരാണ് ഈ ക്യാരിയേഴ്സ് എന്ന് പറയുന്നത്? ഗൾഫ് രാജ്യങ്ങളിൽ അൺസ്കിൽഡ് ലേബേഴ്സായി പോവുകയും തിരിച്ചു വരാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും ഇല്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഈ സാഹസികതയ്ക്ക് മുതിരുന്നത്. ഇപ്പോൾ ഒരാൾ ശരീരത്തിൽ ഒളിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന പരമാവധി എത്രയാണ്? ഒരു 900 ഗ്രാം, 1 കിലോയിൽ കൂടുതൽ. കാരണം 900 ഗ്രാമിന് ജാമ്യം കിട്ടും എന്നുള്ളതുകൊണ്ട് ഒരു 950 ഗ്രാം സ്വർണ്ണമാണ് ശരീരത്തിൽ ഒളിപ്പിച്ച് കൊണ്ടുവരിക. ഈ ശരീരത്തിൽ ഒളിപ്പിച്ച് കൊണ്ടുവരുന്ന ആ സ്വർണ്ണത്തിന് 1 കിലോ സ്വർണ്ണത്തിന് പരമാവധി എത്രയാണ്? 45 ലക്ഷം രൂപ വരും. ഇത് കൊണ്ടുവരുന്ന ഒരാൾക്ക് കിട്ടുന്ന തുക എത്രയാണ്? ഇതിങ്ങനെ കൊണ്ടുവരാൻ ഇത്രയും സാഹസികമായി, ഇത്രയും നാണം കെട്ട് ഇത് കൊണ്ടുവരാൻ കിട്ടുന്ന 50,000 രൂപയോ 60,000 രൂപയ്ക്കാണ് ആ ക്യാരിയേഴ്സിന് ലഭിക്കുന്ന തുക. അപ്പോൾ ഒരാൾ വഴി 1 കിലോ പരമാവധിയാണ് ഞാൻ പറയുന്നത്. ഈ കരിപ്പൂരിൽ പിടിക്കുന്ന സ്വർണ്ണത്തിൻ്റെ എമൗണ്ടാണ് ഞാൻ പറയുന്നത്. പരമാവധി 1 കിലോ അല്ലെങ്കിൽ 950 ഗ്രാമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന സംസ്ഥാനം കേരളമാണോ? അല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന എയർപോർട്ട് കരിപ്പൂരാണോ? അല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തുള്ള സംസ്ഥാനമോ ജില്ലയോ? മലപ്പുറം അല്ല ജില്ല, എയർപോർട്ടല്ല കരിപ്പൂർ, സംസ്ഥാനമല്ല കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. അവിടെ നിന്ന് DRI മറ്റും പിടികൂടുന്ന സ്വർണ്ണത്തിൻ്റെ അളവ് കേട്ടോ നമ്മൾ ഞെട്ടിപ്പോവും. ടൺ കണക്കിനൊക്കെയാണ് ചിലപ്പോൾ പിടിക്കുക. കണ്ടെയ്നറിൽ നാർക്കോട്ടിക്സും അതെ, സ്വർണ്ണവും അതെ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം കടത്തുന്ന രാജ്യം, ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ സ്വർണ്ണം കടത്തുന്ന രാജ്യം ഏതാണ്? അത് UAE തന്നെയാണ്. പക്ഷേ UAE വഴിയല്ല അത് കടത്തുന്നത്. UAEയിൽ നിന്ന് ബൈ റോഡ് മ്യാൻമറിലെത്തിച്ച് മ്യാൻമറിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് സ്വർണ്ണം കടത്തുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം പിടികൂടുന്നത് മ്യാൻമർ അതിർത്തിയില്ല. അതിൻ്റെ കാരണം വളരെ പോറസ് ആയിട്ടുള്ളൊരു ബോർഡറാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ളത്. അതിലിപ്പോൾ മതിൽ കെട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. നേപ്പാൾ വഴി ബൈ റോഡ് കൊണ്ടുവന്ന് നേപ്പാളിൽ നിന്ന് വളരെ എളുപ്പമാണ് ഇന്ത്യയിലേക്ക് കടത്താൻ. അപ്പോൾ ഇന്ത്യയിൽ പിടിക്കപ്പെടുന്ന സ്വർണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കേരളം ഒരു സ്വർണ്ണക്കടത്ത് കേന്ദ്രമാക്കി ചിത്രീകരിക്കുന്ന ആരാണ്? കേരളത്തെ ഒരു സ്വർണ്ണക്കടത്ത് കേന്ദ്രമാണ്, അതിൻ്റെ പങ്ക് പറ്റുന്നവരാണ് ഇവിടെ ഭരിക്കുന്നത്, ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? സംഘപരിവാറാണ്. അതേ വാദം തന്നെയാണ് മുഖ്യമന്ത്രിയും MR അജിത് കുമാറും മറ്റുള്ളവരും ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇവർ സ്വർണ്ണക്കടത്തുണ്ട്, ഈ സ്വർണ്ണം കടത്തി കൊണ്ടുവരുന്നത് മൊത്തം ഇവരാണ്, കേരളത്തിലാണ്, കരിപ്പൂരാണ് ഈ സ്വർണ്ണം പിടിക്കുന്നത്. ഇന്ത്യയിലെ സ്വർണ്ണക്കടത്തിൻ്റെ കാരണം നമുക്കറിയാം, റെഗുലേഷൻ ഉള്ളതുകൊണ്ടാണ്, ടാക്സ് കസ്റ്റംസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് വേറെ രീതിയിൽ കണ്ടെയ്നർ കണക്കിന് വരുന്നുണ്ട്. കണ്ടെയ്നറുകളിൽ നിന്ന് സ്വർണം പിടിക്കുന്നുണ്ട് ഇവിടെ. അത് വാർത്തയാവുന്നുണ്ടോ? ഇല്ല. കണ്ടെയ്നറുകൾ വഴി സ്വർണം വരുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം വരുന്ന ഒരു സംസ്ഥാനമേ അല്ല കേരളം എന്നിരിക്കെ കേരളത്തെ ഒരു സ്വർണ്ണക്കടത്ത് ഹബ്ബായും ഈ കരിപ്പൂർ എയർപോർട്ടിനെ ഈ രീതിയിലും വൃത്തികെട്ട രീതിയിലും പ്രചരിപ്പിക്കുന്നതിന് പിന്നിലൊരു സംഘപരിവാർ അജണ്ടയുണ്ട്. നിലവിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന ആൾ PV അൻവറാണ്. ഈ PV അൻവർ ആരുടെ വക്താവാണ്? അയാൾ സ്വർണ്ണക്കടത്തുകാരുടെ വക്താവാണ്. മനസ്സിലാവുണ്ടോ? ഇത് ആരുടെ വാദമാണ്? ഇതിപ്പോ CPM പറയുന്നു, സംഘപരിവാറും പറയുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ രാഷ്ട്രീയ ലാഭം ആർക്കാണ് ഉണ്ടാവാൻ പോകുന്നത്? സംഘപരിവാറിനാണ് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷേ CPM എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതായാലും കുറച്ച് തട്ട് കിട്ടി. എന്തുകൊണ്ട്? ഫലസ്തീൻ കോസിന് വേണ്ടി ഇവിടെ സംസാരിച്ചു, പൗരത്വ നിയമത്തിനെതിരെ സംസാരിച്ചു, കുറച്ച് തട്ട് കിട്ടി. ഇപ്പൊ പിണറായി വിജയൻ ആരായി? ഇപ്പൊ പിണറായി വിജയൻ ഈ പറയുന്ന സ്വർണ്ണക്കടത്തുകാർക്കെതിരെയും PV അൻവറിനെ പോലുള്ള സ്യൂഡോ സഖാക്കൾക്കെതിരെയും, അതായത് സഖാപ്പി എന്നാണ് പറയുക, സഖാപ്പികൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുന്ന ആരാണ്? ഒരു ശക്തനായ ഭരണാധികാരിയായി മാറി. അതുകൊണ്ടാണ് RV ബാബു പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നത്. നമ്മളിപ്പോൾ സൈബർ ട്രെൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ പോപ്പുലാരിറ്റി ഹൈലാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം കേരളത്തിൽ എന്താണ് സ്വർണ്ണക്കടത്തുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു, അൻവറിനെ പോലുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു, സഖാപ്പികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം ഇവരൊക്കെ കൂട്ടമായി CPMൽ ചേർന്നു എന്നും അവരാണ് ഈ കലാപത്തിന് പിന്നിൽ നിന്നും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നമ്മുടെ കൺമുമ്പിൽ വരാത്തതുകൊണ്ടാണ്. നമ്മൾ മറ്റ് ചിലയിടങ്ങളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് നിലവിൽ അറ്റ് പ്രസൻറ്റ് പിണറായി വിജയൻ്റെ പോപ്പുലാരിറ്റി കുറച്ച് കൂടി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം ഈ പറയുന്ന കള്ളക്കടത്തുകാർക്കും സ്വർണ്ണക്കടത്തുകാർക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് അൻവറിൻ്റെ മൊനയൊടിച്ച് മൂലക്കിരുത്തിയ അതിശക്തനായ ഭരണാധികാരിയായിട്ടാണ് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. നമ്മളത് കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് MR അജിത് കുമാറിനെ ഭയപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ MR അജിത് കുമാറിനെ ആരും ഭയപ്പെടുന്നില്ല. പിണറായി വിജയനോ P ശശിക്കോ MR അജിത് കുമാറിന് ഭയമില്ല.
പിണറായി വിജയനും പി ശശിയും ഭയപ്പെടുന്ന ആരെ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യനാണ് പാർട്ടി ഉത്തരം നൽകേണ്ടത്. അതിലാണ് പാർട്ടിക്ക് ഉത്തരം മുട്ടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.